എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനെല്ലാം പാൽച്ചുരത്തിലാണ്. കണ്ണൂരിൽ നിന്ന് വയനാടും വയനാട്ടിൽ നിന്ന് കണ്ണൂരും പോകുന്ന ഒരേ ഒരു ചുരമാണ്. അത് കാണാനാണ്, പാൽച്ചുരം വെള്ളച്ചാട്ടം കാണാനാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ അത് റോഡുണ്ട്, 1.5 കിലോമീറ്റർ ഉണ്ട്. സ്കൂട്ടി ആണെങ്കിൽ നമുക്ക് എടുത്തിട്ട് കുറച്ച് ദൂരം വരെ പോകാം. കാറും പറ്റുമോ എന്നറിയില്ല, എന്നാലും മാക്സിമം നമുക്ക് കുറച്ചങ്ങോട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ നടന്നിട്ടാണ് പോകുന്നത്. കാറ് ഞാൻ ഈ ഉസ്താദ് ഹോട്ടലിൻ്റെ അവിടെ പാർക്ക് ചെയ്തു. അപ്പോൾ പുള്ളി അത് അനുവദിച്ചു. അങ്ങനെ അവിടുന്ന് ഞാനിപ്പോൾ നടന്ന് ഏകദേശം 1.5 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ പോയി നോക്കാം. പാൽച്ചുരത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഇങ്ങനെ കാണാം. വലിയ മലനിരകളും. അപ്പോൾ രണ്ട് വഴി ഞാൻ പറഞ്ഞല്ലോ കണ്ണൂരിൽ നിന്ന് വയനാട് പോയാൽ. ഒന്ന് പാൽച്ചുരം വഴിയും ഒന്ന് നെടുമ്പോയിൽ വഴിയും. അപ്പോൾ നെടുമ്പോയിൽ വഴി ഇപ്പോൾ ട്രാഫിക് ഇഷ്യൂ ഉണ്ട്. ചുരമൊക്കെ കുറച്ച് ഇടിഞ്ഞ് വീണുകൊണ്ട് റോഡ് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് വഴിയാണ് പാൽച്ചുരം വഴി നേരെ കൊട്ടിയൂർ അമ്പലം ടച്ച് ചെയ്യുന്ന ഒരു വഴിയാണ്. പാൽച്ചുരം വഴി നമുക്ക് കൊട്ടിയൂർ അമ്പലം എത്താം. അതുവഴി നേരെ പെരളശ്ശേരി അങ്ങനെയൊക്കെ ടച്ച് ചെയ്തിട്ട് പോവാം. കൂത്തുപറമ്പ് ഒക്കെ പോവാം. ഇപ്പം നമുക്ക് കുറച്ച് നടന്നു നോക്കാം. ഇതിലൂടെ 1.5 കിലോമീറ്റർ നടക്കണം എന്നാണ് പറഞ്ഞത്. നല്ല സൂപ്പർ, നല്ല കാഴ്ചയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. അപ്പോൾ ഇവിടെ റോഡൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് കുറച്ച് ദൂരം വരെ നമുക്ക് കാറ് പോകും. ഇതാണ് നമ്മുടെ പാൽച്ചുരം വ്യൂ പോയിൻ്റ്. മനോഹരം വലിയ കാഴ്ചയാണ്. ഇവിടുന്ന് ചെറിയൊരു മെയിൻ റോഡ്, നമ്മൾ മുകളിലൂടെ പോകുന്ന വയനാടൊക്കെ പോകുന്ന റോഡാണ് മുകളിലൂടെ. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ പോയൊരു ചെറിയ റോഡാണിത്. ഇവിടുന്ന് നമുക്ക് നല്ല കാഴ്ചയൊക്കെ കാണാം. എന്താ ആഴൊന്നും അല്ലേ. ചെറിയ തോടൊക്കെ ഒഴുകുന്നുണ്ട്. മനോഹരമായൊരു വ്യൂ കാണിച്ചു തരാം. ഉണ്ട് പാൽച്ചുരത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ്. പാൽച്ചുരത്തിൻ്റെ വേറൊരു പോർഷൻ കണ്ട, പാറയൊക്കെ പാറയൊക്കെ തകർന്നിരിക്കുന്നു. നമ്മൾ നടന്ന് പോവാണ്. ഏകദേശം എത്താറായി. 400 മീറ്ററാണ് കാണിക്കുന്നത്. വെള്ളത്തിന് ശബ്ദം കേൾക്കാം. തോടാണോ വെള്ളച്ചാട്ടമാണോ എന്നറിയില്ല. കുറച്ച് അങ്ങോട്ട് ചെന്നൊരു പാലമുണ്ട്. പാലത്തിന് ഷോർട്ട് കട്ട് ഉണ്ടോ നോക്കാം. ഇത് തന്നെയാണ് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ്. ആണോ? പിന്നെ ഇത് തന്നെയാണ് വെള്ളച്ചാട്ടം തോന്നുന്നു. ഇവിടെ ആളുകൾ കുളിക്കുന്നൊക്കെ ഉണ്ട്. ഇത് തന്നെയാണ് വെള്ളച്ചാട്ടം. നമുക്ക് കുറച്ച് ഹൈറ്റിലേക്ക് പോകണമെങ്കിൽ ഇതുവഴി പോയി നോക്കാം എവിടം വരെ എത്തുന്നു. കുറച്ച് ഡേഞ്ചറസ് തന്നെയാണ്. കണ്ട, ഇലക്ട്രിക് ഫെൻസൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലൂടെ ഈ കാണുന്ന തന്നെയാണ് വെള്ളച്ചാട്ടം. നല്ലൊരു വ്യൂ. ഇതിലൂടെ പോയി നോക്കാം. എന്താ ശബ്ദം എന്നറിയില്ല. ഇലക്ട്രിക് ഫെൻസിൽ നിന്ന് വരുന്ന ശബ്ദമാണോ? വലിയ പാറക്കെട്ട്. അപ്പോൾ കുറച്ചും കൂടി പോയാൽ എത്തി. ഇത്രയും കഷ്ടപ്പെട്ടതാണ്. എന്നാൽ പിന്നെ അങ്ങ് വരെ പോവാം. റോഡൊക്കെ ഉണ്ട, വഴിയൊക്കെ ഭയങ്കര കുറച്ച് ഡേഞ്ചറസ് ആണ്. ഇതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ പോകണം. ശരി, വഴി ഡേഞ്ചറസാ. അയ്യോ,
പൊന്നോ, വെള്ളച്ചാട്ടം എത്തിയോ? ഓ, ഇതിലൂടെ നല്ലോണം പോണം. അവസാനം പാൽച്ചുരം വെള്ളച്ചാട്ടത്തിലെത്തിയതാണ്. ഈ കാടിലൂടെ ഇറങ്ങി വന്ന് ചെറിയൊരു വെള്ളച്ചാട്ടം. മുകളിലാണ് നമ്മുടെ വയനാടൊക്കെ പോകുന്ന മെയിൻ റോഡൊക്കെ എൻ്റെ മുകളിലാണ്. നമുക്ക് അവിടെ നിന്നാ ഇതിൻ്റെ ശബ്ദം കേൾക്കാം. പക്ഷെ അവിടുന്ന് താഴെ ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ. കഴിയുന്നത്ര ആളായിട്ട് വരിക, ഒറ്റക്ക് വരാതിരിക്കുക. കാരണം ഇവിടെ ഫോറസ്റ്റ് ഒക്കെയാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് പാൽച്ചുരം വരുന്നതിന് കാരണം ഇത് തന്നെയാണ്. ഈ വെള്ളച്ചാട്ടം തന്നെയാണ് പാൽച്ചുരം. പാൽച്ചുരം വരുന്ന പോലെയാണ് അതിൻ്റെ ആ വെള്ളം വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പേര് ഇവിടെ വന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ വഴി തെറ്റിപ്പോയിട്ടുണ്ട്. ഇപ്പം ശരിയായി. അപ്പോൾ ഗൈസ്, ഞാൻ ചെറിയ രീതിയിൽ വഴി തെറ്റിപ്പോയി. മലേൻ്റെ മേലെ കയറിപ്പോയി വഴി അന്വേഷിച്ചിട്ട്. സ്വല്പം താഴെയായിരുന്നു വഴി. അവസാനം എന്തോ ഭയം കൊണ്ട് ആ വഴി കിട്ടി. ആരുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒറ്റയ്ക്ക് വരരുത്. ആരെങ്കിലും കൂടെ ആയിട്ട് വരിക. ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പോവാ. വഴി തെറ്റാൻ സാധ്യതയുണ്ട്. ഇവിടെ വഴിയുണ്ട്, വഴി തെളിഞ്ഞ് തരുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഈ വഴിയിൽ എത്തണമെങ്കിൽ അതിൽ കാടൊക്കെ ചാടി അങ്ങനെ പോകേണ്ടി വന്നു. അതുകൊണ്ട് ശരിയായ രീതിയിൽ നോക്കി വെക്കുക വഴിയൊക്കെ. അവസാനം ഇവിടെ എത്തി. ഇലക്ട്രിക് ഫെൻസ് ഉണ്ട്, അവിടുന്ന് ഇങ്ങനെ പോയിട്ടാണ്. പിന്നെയാണ് നമുക്കൊരു വഴി പിടുത്തം കിട്ടാതെ. അതുപോലെ ഇലക്ട്രിക് ഫെൻസ് എവിടെ ചെല്ലുന്ന അവിടം വരെ നമുക്ക് നടന്നു പോകാം. അത് കഴിഞ്ഞിട്ടുള്ള ഈ വഴിയാണ് സ്വല്പം ശ്രദ്ധിക്കേണ്ടത്. ഞാൻ തിരിച്ചു പോവാം. അപ്പോൾ ഇതാണ് പാൽച്ചുരം വാട്ടർഫാൾസ്. വളരെ ഡേഞ്ചറസ് വാട്ടർഫാൾസാണ്. ചെറുതാണ്, അത്ര വലിയ കാണാനൊന്നുമില്ല. കുറച്ചുകൂടി മുകളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല കുളിക്കാൻ ഇടം അങ്ങനെയൊക്കെ കിട്ടും. പ്യുവർ വാട്ടർ അതൊക്കെ ശരിയാണ്. പക്ഷെ കാണാൻ വലിയതൊന്നുമില്ല. എന്തായാലും ജസ്റ്റ് നേരോ എസ്കേപ്പ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കുടുങ്ങിയ ഒരാൾ പോലും ഇല്ല. വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇടയിലെങ്ങ് പെട്ടുപോകും. പിന്നെ ഒത്തിരി സമയം കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് വരാൻ പറ്റും. അപ്പോൾ കുറച്ച് ശ്രദ്ധിക്കാം. ഇത് കണ്ണൂർ വയനാട് പോകുന്ന വഴിക്കുള്ള പാൽച്ചുരം വ്യൂ പോയിൻ്റ് അടുത്തുള്ള വെള്ളച്ചാട്ടമാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് തരാം. പിന്നെ നല്ല വീഡിയോ ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ.